അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് തഹജ്ജുദ് കഴിഞ്ഞ് ഉസ്താദ് ദാ വീട്ടിൽ നിന്ന് ഇറങ്ങുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഉമ്മ, അസ്സലാമു അലൈക്കും. വഅലൈക്കും അസ്സലാം. അല്ല എൻ്റെ മോനെ, ഉമ്മാൻ്റെ കുട്ടി ഇപ്പം തന്നെ പോവുകയാണോ? സുബഹി ബാങ്ക് കൊടുത്തിട്ട് നിസ്കരിച്ചിട്ട് പോയാൽ പോരെ എന്നെറിഞ്ഞിപ്പോൾ. അല്ലമ്മ, പോട്ടെ, സുബഹി ആകുമ്പോഴേക്ക് അവിടെ എത്തണം. മോനെ, ഇനിയിപ്പോൾ ഒരു 10-15 മിനിറ്റ് അല്ലേ, അതുമ്മ വേഗം പോവും. എൻ്റെ കുട്ടി സൂക്ഷിച്ച് പോണേട്ടോ. എൻ്റെ ബൈക്കുമ്പോൾ എനിക്ക് കുറച്ച് സ്പീഡ് എനിക്ക് തോന്നിക്കണേ. കുറച്ച് മെല്ലെ പോകണം. ഉമ്മാൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എനിക്ക് ആരാ? ഏയ്, ഉമ്മക്കറിയില്ലേ, പടച്ച റബ്ബില്ലേ. പിന്നെ ഞാൻ ഇറങ്ങുമ്പോൾ തന്നെ എൻ്റെ ഉമ്മ ചൊല്ലാറുണ്ടല്ലോ, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും. ആ ഒരു ആയത്ത് പോരെ ഉമ്മ. ഉമ്മാൻ്റെ കുട്ടിക്ക് 2 മലക്കുകളല്ലേ ഇറങ്ങണത്, തലങ്ങും വിലങ്ങുമായിട്ട്. അല്ലാ, എൻ്റെ കുട്ടിയെ നിന്നെ ഏൽപ്പിക്കുന്നു. അങ്ങനെ പഠിച്ച റബ്ബ് എനിക്ക് വേണ്ടി മലക്കുകൾ ഇറക്കി തരണം. ഉമ്മ, എന്തൊക്കെ തന്നെയായാലും മരണത്തിന് നമുക്കൊരിക്കലും ഭയക്കാൻ പാടില്ല. അത് ഏത് നിമിഷമാണ് എനിക്ക് വരുന്നത്, അപ്പോൾ അതങ്ങനെ തന്നെ ആയിരിക്കും. അതിൽ നിന്ന് ഒരു നിമിഷം, ഒരു മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല. മോനെ, അതല്ല, എന്നാലും കുറച്ച് സ്പീഡ്, ഒരു 10-20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തുമോ എൻ്റെ പൊന്നു മോനെ? ശരിക്കും പറയുകയാണെങ്കിൽ 1/4 മണിക്കൂർ യാത്ര ഉണ്ട്. ഉമ്മ, അങ്ങനെയൊന്നുമില്ല. ഈ സമയത്തെന്ന് വെച്ചാൽ ആരും ഉണ്ടാവില്ല. അപ്പോൾ പിന്നെ വേഗം പോവാം. മോനെ, ഈ സമയം എന്ന് വെച്ചാൽ സുബഹിൻ്റെ മുൻപാണ്. വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട സമയമാണ്. ഈ സമയത്ത് പുറത്തിറങ്ങണേ അത്ര നല്ലതല്ലടാ. ഉമ്മ, നിങ്ങളതൊന്നും പറഞ്ഞ് ടെൻഷൻ ആവില്ലേ? ഇന്ന് എനിക്ക് അത്യാവശ്യമായിട്ട് ഉസ്താദിനെ വിളിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം സുബഹിന് പള്ളിയിലേക്ക് ഉണ്ടാവും. അപ്പോൾ ജമാഅത്തിന് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത്. മോനെ, ഉമ്മാൻ്റെ കുട്ടി സൂക്ഷിച്ച് പോട്ടോ. ആ ഉമ്മ അപ്പോൾ തന്നെ പഠിച്ച റബ്ബിനോട് ദുആ ചെയ്യുന്നു. അല്ലാ, എനിക്ക് ആരും ഇല്ല കേട്ടോ പഠിച്ചോനെ, എൻ്റെ കുട്ടിയെ നീ കാത്തു രക്ഷിക്ക്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. പെട്ടെന്നതാ തൂവെള്ള വസ്ത്രവും തലയിൽ കെട്ടും ധരിച്ച് തൻ്റെ പ്രിയപ്പെട്ട മകൻ സുന്ദരനായി ഇറങ്ങിപ്പോകുന്ന ആ ഒരു മനോഹരമായ നിമിഷം ഉമ്മയുടെ മനസ്സിലേക്ക് വന്നു. യാ അല്ലാ, പഠിച്ച റബ്ബേ, കണ്ണിന് കുളിർമയുള്ള മക്കളാക്കണം എന്ന് നിന്നോട് പലപ്പോഴും ദുആ ചെയ്യാറുണ്ട്. അല്ലാ, എൻ്റെ കുട്ടിനെ കണ്ടിട്ട് എൻ്റെ കണ്ണുകൾക്ക് വല്ലാത്തൊരു കുളിർമ. റഹ്മാനെ, എത്ര ഒരു ഈമാനുള്ളൊരു വസ്ത്രധാരണം. മാഷാ അല്ലാ. ശരിക്കും പറഞ്ഞാൽ ഉമ്മ തന്നെ അത് കണ്ട് അത്ഭുതപ്പെട്ടു. തൻ്റെ മകൻ പതിവിലേറെക്കാളും ഒന്നുകൂടി സുന്ദരനായതുപോലെ ഉമ്മാക്ക് തോന്നി. മാഷാ അല്ലാ, എൻ്റെ കുട്ടി സ്വലാത്ത് ചൊല്ലുന്നോണ്ടായിരിക്കും ഓൻ്റെ ചുണ്ടിന് ഇത്ര ചുവപ്പ്. എന്ത് ഭംഗിയാണ് കാണാൻ. മോനെ, എൻ്റെ കുട്ടി ലിപ്സ്റ്റിക് അങ്ങനെ ഇട്ടുക്കണോ? എന്താ ഉമ്മ നിങ്ങളീ പറയുന്നത്? എന്താ? അല്ല, എൻ്റെ കുട്ടിക്ക് സാധാരണത്തിനേക്കാളും അധികം ഒരു ചുവപ്പ് എന്താ ചുണ്ടിന്? ഉമ്മ തന്നെയല്ല എന്നോട് പറയാറുള്ളത്, ചുണ്ടുകൾ നല്ല മനോഹരമാനും ചുവക്കാനൊക്കെ സ്വലാത്തുകൾ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നാൽ മതി എന്നുള്ളത്. അന്ന് മുതലുമ്മ ഞാൻ എൻ്റെ കൂടെ സ്വലാത്ത് കൂടെ കൊണ്ട് നടക്കാറുണ്ട്. അത് ഞാൻ എപ്പോഴും എപ്പോഴൊക്കെ എനിക്ക് സമയം കിട്ടുന്ന ആ സമയത്തൊക്കെ ഞാൻ ചൊല്ലാറുണ്ട്. എൻ്റെ പൊന്നു മോനെ, ഉമ്മ പറഞ്ഞതൊക്കെ എൻ്റെ കുട്ടി അനുസരിക്കുമല്ലോ. പക്ഷെ ഒന്ന് മാത്രം നീ അനുസരിക്കുന്നില്ല കേട്ടോ. എന്തുമ്മ? അല്ലേ, ഒരു പെണ്ണ് കെട്ടുന്ന കാര്യേ, അതും കൂടെ അനുസരിച്ചാൽ എൻ്റെ കുട്ടി എൻ്റെ എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന മോനായി. ഉമ്മ, ഇൻഷാ അല്ലാ അതൊക്കെ നമുക്ക് റെഡിയാക്കാം. എന്നാൽ പോയാലും ഉമ്മ? പേടിയാവോ ഞാൻ പോയാൽ? പേടിയൊക്കെ ഇല്ലാതിരിക്കുമോ? പിന്നെ ഇപ്പം അങ്ങനെ ഉണ്ട്. ഞാൻ വരുമല്ലോ, ഞാൻ ഇടയ്ക്കിടെ വരും. എന്താ, പേടിയുണ്ടോ ഉമ്മക്ക്? അല്ലെങ്കിൽ പിന്നെ എൻ്റെ ഉമ്മയെ ഞാൻ എൻ്റെ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ആ ഭാഗത്തേക്ക് കൊണ്ടുപോയാലാന്ന് ഞാൻ ആലോചിക്കണത്. പൊന്നു മോനെ, ഇവിടെടാ അണ്ട് ശീലായിപ്പോയി. ഈ വീട് വിട്ടങ്ങോട്ട് ഉമ്മ അങ്ങനെയൊന്നുമില്ല. വീടൊന്നും നമ്മൾ എങ്ങോട്ടും കൊണ്ടുപോകില്ല. നമ്മൾ മരിച്ചു പോകുമ്പോൾ ഒറ്റക്കന്നല്ലേ. അതന്നെ മോനെ ഞാൻ പറയണത്. മരിച്ചു പോകുമ്പോൾ ഒറ്റക്കല്ലേ ഉണ്ടാവുള്ളൂ, ഒരാൾ കൂടെ ഉണ്ടാവില്ലല്ലോ. ഒപ്പം കുറേ ആൾക്കാർ വരും. പള്ളിക്കാട്ടിലെത്തിയിട്ട് അവർ നമ്മളവിടെ മറവ് ചെയ്ത് തിരിച്ചു പോരും ചെയ്യും. പിന്നെ നമ്മൾ ഒറ്റക്ക് ഖബറിൽ ഒറ്റക്ക് കിടക്കുന്ന എനിക്ക് ഈ റൂമിൽ കിടക്കാൻ ഒരു പേടിയില്ല എൻ്റെ പൊന്നു മോനെ. പിന്നെ എന്ന് വെച്ചാൽ പടച്ച റബ്ബ് നമുക്ക് അതിന് വേണ്ടിയുള്ളതെല്ലാം ഒരുക്കി തന്നേക്കണല്ലോ. ദിക്റും സ്വലാത്തും ഖുർആനും നിസ്കാരമൊക്കെ ആയിട്ട് ഇവിടെ അങ്ങ് നിൽക്കുമ്പോഴേ എനിക്ക് സമാധാനമാണ്. പിന്നെ അയൽവാസികളൊക്കെ ഉണ്ട്. എൻ്റെ കുട്ടി പേടിക്കണ്ട, ഉമ്മാൻ്റെ കുട്ടി പോയിക്കോളെ, ഇനി നേരം വൈകണ്ട. ഉമ്മ, എന്നാൽ ശരി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാ. ഉസ്താദ് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അതാ വളരെയധികം സ്പീഡിൽ പോകുന്നു. പഠിച്ചോനെ കാക്ക്. ഉമ്മ എന്നും ചൊല്ലാറുള്ളത് പോലെ ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും
എന്നുള്ള ആ ഒരു ആയത്തുകൾ ഓതി പടച്ച റബ്ബിനോട് ദുആ ചെയ്തു. അല്ലാ, എൻ്റെ കുട്ടിനെ ഞാൻ നിന്നെ ഏൽപ്പിച്ചേക്കുന്നു കേട്ടോ. നിൻ്റെ മലക്കുകളുടെ സംരക്ഷണം അവനക്ക് നീ ഇറക്കി കൊടുക്കല്ല. ഉമ്മയുടെ ദുആ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതാ ബാങ്ക് കൊടുക്കുന്നു പള്ളിയിൽ നിന്ന്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. പഠിച്ചോനെ, എൻ്റെ കുട്ടി എപ്പോഴെത്താവോ? അല്ലാ, എൻ്റെ കുട്ടിയെ കാക്ക്. വളരെയധികം സ്പീഡിൽ തന്നെയാണ് ഷെഫി ഉസ്താദ് പോയിക്കൊണ്ടിരിക്കുന്നത്. ജമാഅത്തിന് കൂടണം എന്നുള്ള ലക്ഷ്യമാണ്. അവൻ ആ പള്ളിയിൽ എത്തിത്തുടങ്ങുവാൻ ഇനിയും 10 മിനിറ്റ് ബാക്കി. വളരെയധികം സ്പീഡിൽ അവൻ ആ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി. ഉമ്മ പറയുന്നത് അത് ഓർമ്മയിൽ വന്നു. മോനെ, മെല്ലെ പോണേ, സ്പീഡ് കുറച്ച്. ഉമ്മയുടെ ആ ഒരു വാക്കുകൾ ചെവിയിൽ മുഴങ്ങുന്നത് പോലെ അവന് തോന്നി. അല്ലാ, ജമാഅത്ത് നഷ്ടപ്പെടുമോ? ഉമ്മ പറഞ്ഞിരുന്നു സുബഹിന് ശേഷം പോയാൽ മതിയെന്ന്. പക്ഷേ ഉസ്താദിനെ കാണണം, ഇന്നലെ വിളിച്ചതാണ്. എന്താണാവോ? ഉസ്താദ് പള്ളിയിലേക്ക് എത്തിത്തുടങ്ങുന്നു. അതാ അവിടെ ജമാഅത്ത് തുടങ്ങുന്നു. അല്ലാഹു അക്ബർ. പെട്ടെന്ന് തന്നെ ഉസ്താദ് ഉളൂഹ് ചെയ്ത് അതിൽ ജോയിനായി. അൽഹംദുലില്ലാ. നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു തുടങ്ങി. ഷെഫി ഉസ്താദ് മാത്രം ആ പള്ളിയിലിരുന്നു. തൻ്റെ ഉസ്താദിൻ്റെ അടുക്കിലേക്ക് അതാ ഷെഫി ഉസ്താദ്. ഉസ്താദ്, ആ ഷെഫി ഉസ്താദോ? മോനെ, എപ്പോഴെത്തി? ഇത്ര നേരത്തെ അവിടെ നിന്ന് എത്തിയോ? ആ, ഞാൻ സുബഹിന് മുമ്പായിട്ട്. മാഷാ അല്ലാ. അപ്പോൾ അല്പം ദൂരം, അരമണിക്കൂർ ഒക്കെ ദൂരമല്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട്? 3/4 മണിക്കൂർ അടുത്തൊക്കെ ഉണ്ട്. എന്നാലും ഞാൻ ആയിക്കോട്ടെ. അല്ല കുട്ടി, എന്തൊക്കെ വർത്താനം? അൽഹംദുലില്ലാ, സുഖം തന്നെ. ഉസ്താദ് എന്നെ ഇന്നലെ അത് ശരി, അങ്ങനെ. അതിൽ സത്യം പറഞ്ഞ് ഞാനങ്ങോട്ട് വിട്ടുപോയിക്കണം ആ ഒരു കേസ്. മോനെ, എന്തുസ്താദേ? അത് മോനക്ക് ഒരു കാര്യം, വാ നമുക്ക് വീട്ടിലൊന്ന് പോയി തരാം, അതായിരിക്കും നല്ലത്. ഉസ്താദേ, മോൻ ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ? ഇല്ല, ചായയൊക്കെ കുടിക്കാം. അല്ല, ഉസ്താദ് വിളിപ്പിച്ചത് അതൊക്കെ പറയാം. മോനെ പോര്. അങ്ങനെ അതാ ഉസ്താദ്, എന്നാ മോനെ വണ്ടി ഉണ്ടല്ലോ എൻ്റെ അടുത്ത്, എന്നാൽ അങ്ങനെ അങ്ങോട്ട് കയറി ഉസ്താദ്. അതാ ഷെഫി ഉസ്താദിൻ്റെ ബൈക്ക്. അവർ രണ്ടുപേരും ഉസ്താദിൻ്റെ വീട് ലക്ഷ്യമാക്കി പോകുന്നു. ഉസ്താദ് വീട്ടിലെത്തി ബെല്ലടിച്ചു. എടി ഫാത്തിമ, ഇക്ക ഇത് വരുന്നു. വാതിൽ. അല്ല, ആരത്? അല്ലടി, ഇവിടെ എന്തെങ്കിലും ഭക്ഷണം കാര്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഷെഫി ഉസ്താദ് വന്നിട്ടുണ്ട്. പഠിച്ചോനെ, നിങ്ങൾ ഈ രാവിലെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ, അല്ല ഇല്ലാണ്ട് എന്തെങ്കിലും ഇല്ലേ? ഉണ്ട്, ഞാൻ കുറച്ച് പത്തിരി ഉണ്ടാക്കിക്കണേ. പിന്നെ അതിക്ക് കറിയും എന്തെങ്കിലും ബീഫ് ഉണ്ട്, അത് മതിയോ? ഇനിയിപ്പോൾ എന്തെങ്കിലും? അത് മതി പെണ്ണേ, നീ വിളമ്പ്. ഓ, നമ്മളെ കുട്ടി തന്നെയല്ലേ, പിന്നെന്താ? അല്ല, നമ്മളെ കുട്ടി എന്നൊക്കെ പറയാം, പക്ഷേ കൊടുക്കുമ്പോൾ നമുക്ക് മോശമാക്കാൻ പറ്റൂലല്ലോ. നല്ല പാലൊഴിച്ച ചായയും പത്തിരിയും ബീഫ് കറിയും അവിടെ വിളമ്പി. മോനെ ഷെഫി, ഉസ്താദിനെ വിളിക്കുന്നു. അല്ല, ചായയൊക്കെ എടുത്തു വെച്ചോ? എന്തിനായിരുന്നു? ഞാൻ പുറത്തുനിന്ന് കുടിച്ചോളാമായിരുന്നു. ഏയ് മോനെ, ഇടയ്ക്കൊക്കെ മുത്തല്ലിമയങ്ങളെ കൊണ്ടൊക്കെ ഇവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കണം, ദ്വാരിപ്പിക്കണം. അങ്ങനെ ദ്വാരന്ന് കഴിഞ്ഞാൽ വല്ലാത്തൊരു ബർക്കത്താണ് വീട്ടിൽ. അതൊക്കെ നമുക്ക് പിന്നീട് ഒരിക്കലാക്കാരോ. പക്ഷെ അത് ഉസ്താദ്, നിങ്ങൾ തന്നെ വലിയ ഉസ്താദല്ലേ മോനെ. ഞാൻ ഉസ്താദായാലും ഇവിടെ നിന്ന് ദ്വാ ചെയ്താലും എന്തൊക്കെ തന്നെയാലും മറ്റൊരു ഉസ്താദിനെ കൊണ്ട്, ഒരു ആലിമിനെ കൊണ്ട് ഇവിടെ ദ്വാ ചെയ്യിപ്പിച്ചാൽ അത് വല്ലാത്തൊരു ബർക്കത്ത് തന്നെ ആയിരിക്കും. അതിനെന്തെങ്കിലും ഒരു പാരിതോഷികം കൊടുത്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നല്ലതാണ്. മോനെ കഴിക്ക്. പത്തിരി അതാ ഉസ്താദിൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടുകൊടുത്ത് ആ ചൂടുള്ള ഇറച്ചിക്കറിയും ഉസ്താദിന് ഒഴിച്ചു കൊടുക്കുന്നു. കഴിക്ക് മോനെ. ഉസ്താദ്, മതി, വയറ് നിറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല ടേസ്റ്റ് ഉണ്ട്. മോനെ, ആ പിതാവിൻ്റെ കണ്ണുകൾ നിറയുന്നത് അവൻ ശ്രദ്ധിച്ചു. എന്തുസ്താദേ? ഒന്നുമില്ലടാ. ഉസ്താദേ, നിങ്ങളിപ്പോൾ ഒന്നുകൊണ്ട് വിഷമിക്കണ്ട. പഠിച്ച റബ്ബുണ്ടല്ലോ, എല്ലാം കാണുന്നവനും കേൾക്കുന്നവനും. ഒരു മകളെ നഷ്ടപ്പെട്ട വേദന ആ പിതാവിൻ്റെ മുഖത്ത് ശരിക്കും അതാ ഷെഫി ഉസ്താദ് കാണുന്നു. അദ്ദേഹം ഭക്ഷണം കഴിച്ച് കൈ കഴുകി അവിടെ വെച്ച് തന്നെ ദ്വാ ചെയ്യുന്നു. അല്ലാഹുവേ, ഈ വീട്ടിൽ നീ ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യേ. അവർക്ക് വേണ്ടി ഫാത്തിഹ ഓതി ദ്വാ ചെയ്തു. ഉസ്താദേ, എന്നാൽ ഞാനങ്ങോട്ട്. മോനെ പോവല്ലേ? എന്തുസ്താദേ? ദാ എന്ന് പറഞ്ഞുകൊണ്ട് ഉസ്താദ് അതാ ഷെഫി ഉസ്താദിൻ്റെ കൈകളിൽ അത് ഏൽപ്പിക്കുന്നു. അല്ലാ, ഇതെന്താ ഉസ്താദേ?
സാധാരണയായി എവിടെയെങ്കിലും ദ്വാ ചെയ്യാൻ പോയാൽ തന്നെ 200, അല്ലെങ്കിൽ ഏറി വന്നാൽ 500, ആ ഒരു രീതിയിലേ കിട്ടുകയുള്ളൂ. പക്ഷേ ഇത് വലിയൊരു നോട്ടുകെട്ട് തന്നെയാണ് തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നത്. ഉസ്താദേ, ഇതെന്താ? എനിക്കറിയുന്നില്ലല്ലോ. മോനെ, മോൻ വിഷമിക്കണ്ട, ഇത് മോൻക്ക് കൂടി അവകാശപ്പെട്ടത് തന്നെ. അല്ല, എന്ത് ഉസ്താദ് ഇത്? നിങ്ങൾ... അതെ മോനെ, ദാ ഇത് നിനക്ക് വേണ്ടിയുള്ളതാണ്. സത്യം പറഞ്ഞ ഷെഫി ഉസ്താദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. ഏയ്, ഇത് എനിക്കെങ്ങനെ അവകാശപ്പെടാനും ഉസ്താദ്? അതെ, മോന് വിഷമിക്കണ്ട. പെട്ടെന്ന് ഉമ്മ അങ്ങോട്ട് വരുന്നു. മോനെ, അത് കുട്ടിക്കുള്ളത് തന്നെയാണ്. കുട്ടി ഞങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞങ്ങൾ മോൾക്ക് വേണ്ടിയും. മോളയച്ച പൈസയാണത്. മോള് വീണ്ടും പൈസ അയച്ചിരിക്കുന്നു. യാ അല്ലാ, ഷെഫി ഉസ്താദിന് എന്ത് പറയണമെന്നായിപ്പോയി. വേണ്ട, ഇത്ര വലിയ സംഖ്യയൊന്നും എനിക്കൊരിക്കലും വേണ്ട. നിങ്ങളുടെ സന്തോഷത്തിന് ഒരു 500 രൂപ, അത് മതി. അതിനപ്പുറത്തേക്കുള്ള ഈ വലിയൊരു തുകയൊന്നും വാങ്ങാൻ ഞാൻ അർഹനല്ലോ ഉസ്താദേ. മോനെ, നീ വിഷമിക്കല്ലേ, ഇത് പിടിക്ക്. നിനക്ക് സന്തോഷത്തോടു കൂടി തരല്ലേ. ദാ, ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. സത്യം പറഞ്ഞാൽ അത്ര വലിയ ആ ഒരു നോട്ടുകെട്ട് കണ്ട് ശരിക്കും ഉസ്താദ് ഞെട്ടിപ്പോവുകയാണ്. ഒരിക്കൽ പോലും മനസ്സിൽ വിചാരിക്കാത്ത, ഇന്നലെ രാത്രി കണ്ട ആ ഒരു സ്വപ്നം. അല്ലാ, എന്തൊക്കെയാണിത്? എൻ്റെ അടുക്കിലേക്ക് ഒരു കുഞ്ഞുമായി ഫർസാന വരുന്ന രംഗമാണ് ഞാൻ കണ്ടത്. അവൾ ചിരിച്ചുകൊണ്ടാണ് എൻ്റെ അടുക്കൽ വന്നത്. ഇപ്പോഴിതാ അവൾ അയച്ച പൈസ എന്ന് പറഞ്ഞുകൊണ്ട് ഇതാ എൻ്റെ കൈകളിൽ തന്നിരിക്കുന്നു. മോന് സന്തോഷത്തോടു കൂടി അത് സ്വീകരിക്കണം. ആ ഉമ്മ കണ്ണീരോടെയാണ് അത് പറഞ്ഞത്. അതുകൂടി കേട്ടപ്പോൾ ഷെഫി ഉസ്താദിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അവനത് മനമില്ല മനസ്സോടു കൂടി വാങ്ങി. അല്ലാ, ഇത്രയ്ക്കും വലിയൊരു സംഖ്യ ഹേയ്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുമിച്ച് കണ്ടിട്ടില്ല. മദ്രസയിൽ നിന്ന് കിട്ടുന്ന ആ 5000 രൂപ ശമ്പളം, പള്ളിയിൽ നിന്ന് കിട്ടുന്നത്, അങ്ങനെയൊക്കെയായി കുറേശ്ശെയുള്ള ആ ഒരു ക്യാഷിൽ നിന്നാണ് എൻ്റെ ജീവിതം. എൻ്റെ ഉമ്മയെ ഞാൻ സംരക്ഷിക്കുന്നത്, എൻ്റെ വണ്ടിക്ക് എണ്ണടിക്കുന്നത്. എന്നാലും അൽഹംദുലില്ലാ റാഹത്ത് തന്നെ. പക്ഷേ ഇത്രയ്ക്കും വലിയൊരു സംഖ്യ, അത് അല്ലാ. ഉസ്താദേ, എനിക്ക് ഇത് വാങ്ങിയതിൽ വല്ലാത്ത വിഷമമുണ്ട്. നിങ്ങളോട് ഒരിക്കലും ഞാൻ ഇത് വാങ്ങാൻ പാടില്ല. അതായത് നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ വീട് കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഉസ്താദേ, ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഇത് അങ്ങയുടെ വീടിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്, മക്കൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചിലവഴിക്കണം. എനിക്കിത് വേണ്ട. കാരണം ഞാനെന്ന് വെച്ചാൽ ഞാനും എൻ്റെ ഉമ്മയും മാത്രമാണ്. മോനെ, നിനക്കൊരു മഹർ വാങ്ങാനെങ്കിലും അത് നിനക്കെടുക്കാം. ഹേയ് ഉസ്താദ്, അത് വേണ്ട. ഞാൻ അധ്വാനിച്ച കാശുകൊണ്ട് എനിക്ക് മഹർ വാങ്ങുന്നതാണ് എനിക്കിഷ്ടം. അല്ലാതെ അല്ല മോനെ, സന്തോഷത്തോടെ തരില്ലേ. ഇത് നിൻ്റെ ക്യാഷാണ്, നിനക്ക് വേണ്ടിയുള്ളതാണ്. ഷെഫി ഉസ്താദിന് ആകെ ടെൻഷനായി. എന്ത് പറയണം, ഉസ്താദ് തന്നതാണ്, ഹദിയയായി തന്നതാണ്, അത് തിരിച്ചു കൊടുക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം. പക്ഷേ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു വേദന, ഒരു നീറ്റൽ. അതും ഫർസാന അവൾ അയച്ച ക്യാഷ് ആയതുകൊണ്ട് എനിക്ക് ഹേയ്, അവൾ എന്നെ ഉപേക്ഷിച്ച് പോയ പെണ്ണാണ് മറ്റൊരുത്തൻ്റെ കൂടെ. ഒരിക്കലും അവൾക്ക് എന്നെ ഇഷ്ടം പോലും ഉണ്ടാവില്ല. എന്നിട്ടും ഉസ്താദേ, ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേൾക്കണം. എന്താ മോനെ? ഇത്രയ്ക്കും വലിയൊരു തുക എനിക്ക് വേണ്ട ഉസ്താദേ. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ചിലവഴിച്ചോളൂ, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് കൊടുത്തോളൂ. ഷെഫി ഉസ്താദിന് ആ ഒരു ക്യാഷ് കിട്ടിയത് ഒരിക്കലും ഇഷ്ടമായില്ല എന്ന് മാത്രമല്ല, അത് വളരെയധികം വിഷമമുള്ളതുമാക്കി. കാരണം അവൻ ഒത്തിരി സ്നേഹിച്ചിരുന്നു ഫർസാനയെ. അവൾ അയച്ച ആ ഒരു ക്യാഷ് അത് ഞാനെടുക്കാന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും വലിയ മോശം തന്നെയാണത്. ഉൾക്കൊള്ളാൻ പോലും കഴിയാത്തതാണ് അത്. ഉസ്താദെ, എന്നോട് ക്ഷമിക്കണം. ഇത് നിങ്ങൾ തിരിച്ച് സ്വീകരിച്ച് പാവപ്പെട്ടവർക്ക് കൊടുക്കണം. ഉസ്താദ് അത് പറഞ്ഞപ്പോൾ പിന്നീട് ഒന്നും അദ്ദേഹം വിചാരിച്ചില്ല. മോൻക്കത് ഉപയോഗിക്കാൻ പ്രയാസമാണോ? ബുദ്ധിമുട്ടുണ്ടോ? ഉസ്താദേ, സത്യമായിട്ടും എനിക്കൊരിക്കലും ഇതിനെ അർഹനല്ല. അദ്ദേഹം കണ്ണീരോടെയാണ് അത് നീട്ടിയത്. ആ പിതാവ് അത് വാങ്ങിവെച്ചു. ശരിക്കും പറഞ്ഞാൽ ഉസ്താദിനും ഭാര്യയ്ക്കും നല്ല വിഷമായി. ഉസ്താദേ, ഞാൻ പോയിട്ട് വരാം. നിങ്ങളുടെ ക്യാഷിന് അതൊന്നും എനിക്ക് ആഗ്രഹമില്ല. നിങ്ങളോടുള്ളൊരിഷ്ടം, ആ ഒരു ബഹുമാനം, നിങ്ങൾ ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ചു, അത് മതി. എനിക്ക് സംതൃപ്തിയായി. ഇത്രയ്ക്കും വലിയൊരു തുക ഞാനൊരിക്കലും
ആ ഒരു നോട്ട് കെട്ടുകൾ തിരികെ നൽകിയ ആ ഉസ്താദ് ഭാര്യയുടെ കൈകളിൽ ഇത് പിടിക്കേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അപ്പോഴേക്കും ഷെഫി ഉസ്താദ് പോയി മറിഞ്ഞു തന്നു. ഫാത്തിമ, അവൻ എങ്ങനെ വാങ്ങാനത്? അതും അവൾ അയച്ചത്. അവൻ്റെ ജീവിതത്തിൽ വലിയൊരു വേദന കൊടുത്തിട്ടല്ലേ നമ്മളെ മോള് പോയത്. അപ്പോൾ അതവനൊരിക്കലും വാങ്ങൂല. അതിന് അവൻ അർഹനല്ല എന്നാണ് പറയുന്നത്. അതേടി, പറഞ്ഞിട്ട് കാര്യമില്ല. അതിപ്പോൾ ഞാനായാലും അങ്ങനെ തന്നെ. പക്ഷെ നമ്മളിങ്ങനെ കൊടുക്കാൻ പാടില്ലായിരുന്നു. അവൻ്റെ കൈകൾ നേരിട്ട്, അതും ഇത്രക്കും വലിയൊരു സംഖ്യ. സാരല്ല. ഷെഫി ഉസ്താദ് പോയി മറഞ്ഞപ്പോൾ അവർ ശരിക്കും സങ്കടപ്പെട്ടു. ഫാത്തിമ, എന്തേക്കാ? നീ പർദ്ദയിടുവണ്ണേ. എന്താ, എങ്ങോട്ടാ? ഒന്നുമില്ല, നീ പർദ്ദയിട്, മാറ്റ്. അദ്ദേഹം പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് പർദ്ദയണിഞ്ഞു ഹിജാബ് ധരിച്ചു. മക്കളെ മാറ്റി കൊടുക്ക്. മക്കളെയും വിളിച്ചു. അപ്പോൾ തന്നെ ഒരു ഓട്ടോയ്ക്ക് വിളിക്കുന്നു. ഹലോ, ആ മോനെ, നീ അങ്ങാടിയിലുണ്ടോ? ഒന്നൊരു ട്രിപ്പ് പോകാനായിരുന്നു, നീ ഒന്ന് വാടാ. ആ ഉസ്താദെ, ഇത് വരുന്നു. പെട്ടെന്ന് ഒരു ഓട്ടോ ഡ്രൈവർ അതാ അങ്ങോട്ട് വരുന്നു. ഉസ്താദെ, എങ്ങോട്ടാ യാത്ര? മോനെ, ഒരു വഴിക്ക് പോകാണ്ട്. ഫാത്തിമ, നീ കയറ്. മക്കളെ കയറ്. പോകുവാനുള്ള സ്ഥലം അതാ ഉസ്താദ് പറഞ്ഞു കൊടുക്കുന്നു. അതാ കുട്ടിയെ, ആ വഴി അങ്ങോട്ട് വലത്തോട്ട്. ആ. മെയിൻ റോട്ടിൽ നിന്ന് ഒരുപാട് സമയം യാത്ര ചെയ്ത ശേഷം ഒരു ഇടവഴിയാണ് ഉസ്താദ് കാണിച്ചു കൊടുത്തത്. ആ, അതാ അവിടെ നിർത്തിക്കോ. ആ വീടിന് മുമ്പിലായിട്ട് അതാ ഓട്ടോ നിൽക്കുന്നു. അത് മറ്റാരുടെയും വീടല്ലായിരുന്നു. അല്ലിക്ക, ഇവിടെ എന്താ? ഇവിടെ ആര് വീടാ? ഫാത്തിമ, അതൊക്കെ ഞാൻ പറയാം, നീ ഇങ്ങോട്ട് ഇറങ്ങ്. അവർ ആ വീട്ടിലേക്ക് ചെന്നു. പാവപ്പെട്ട ചെറിയൊരു വീടായിരുന്നു അത്. കണ്ടപ്പോൾ തന്നെ തോന്നി. വീട്ടിൽ ഓട്ടോയുടെ ശബ്ദം കേട്ടുകൊണ്ട് അതാ ഒരു സ്ത്രീ അങ്ങോട്ട് വരുന്നു. ആരപ്പത്? ഒരു ഉസ്താദും ഹിജാബ് ധരിച്ച ഒരു ഭാര്യയും 2 മക്കളുമാണ് കൂടെ ഉണ്ടായിരുന്നത്. അല്ല, എനിക്കങ്ങോട്ട് ആളെ മനസ്സിലായില്ല. ഇത് ഷെഫി ഉസ്താദിൻ്റെ വീടല്ലേ? ആ അതെ, കയറി ഇരിക്കി. ഞങ്ങളൊരു കാര്യത്തിന് വേണ്ടി. അല്ല, ഇത് ഞങ്ങൾ അവിടുന്ന് പള്ളിയിൽ നിന്ന് വരികയാണ്. അല്ല, പറഞ്ഞിരുന്നല്ലോ. എന്ത് കല്യാണക്കാര്യത്തിനെ കുറിച്ച് വല്ലതും? എൻ്റെ മോനോട് ഞാൻ എപ്പോഴും പറയും കല്യാണക്കാര്യത്തിൻ്റെ കാര്യം. അപ്പോൾ നിങ്ങളെ മോളാണോ ജസീന, ഫർസാന എന്നൊക്കെ പറയുന്ന അവള് നിങ്ങളല്ലേ, മോളല്ലേ? അതല്ല, അന്നവൻ പറഞ്ഞിരുന്നേ കല്യാണത്തിനെ കുറിച്ചൊക്കെ, ഇങ്ങനൊരു കുട്ടിയെ ഇഷ്ടമുണ്ടെന്നൊക്കെ. അല്ല, കയറിയിരിക്കി മക്കളെ, കയറിയിരിക്കി. ഷെഫി മോൻ എന്നാണല്ലോ അങ്ങോട്ട് പോയത്? ഉമ്മ പെട്ടെന്ന് അടുക്കളയിലേക്ക് ഓടുന്നു. ഏയ് വേണ്ട, ചായക്കൊന്നും പോയില്ല ഞങ്ങളിപ്പോൾ ചായ കുടിച്ച് നീച്ചിട്ടുള്ളൂ. ആ, ഇന്ന് ഉസ്താദ് വിളിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഓനെ. അല്ല, കല്യാണത്തിൻ്റെ കാര്യം മോളിപ്പോൾ എന്തിനാ പഠിക്കണത്? അത് കേട്ടപ്പോൾ അവർക്ക് ശരിക്കും ടെൻഷനായി. റബ്ബേ, ഞങ്ങളെ മോള് പോയി വരുന്നു ഷെഫി ഉസ്താദ് പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം അവർക്ക് ബോധ്യമായി. ശരിക്കും അവർക്ക് ചമ്മലുണ്ടായിരുന്നു. അതെ, എന്തപ്പോൾ നമ്മൾക്കൊരു വിധി. ഏയ്, അതൊന്നും സാരില്ല. നിങ്ങളെ മോളെ ഞങ്ങൾക്ക് തരികയാണെങ്കിൽ ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം. എനിക്കിവിടെ ആരുമില്ല. ഞാനിങ്ങനെ പറയേ, പൊന്നു മോനെ, എൻ്റെ കൂടെ ഉള്ളവരൊക്കെ പെണ്ണെട്ടി കുട്ടികളായി തുടങ്ങി. എൻ്റെ കുട്ടി എന്താ ഇങ്ങനെയെന്ന്. ഉമ്മ, അതൊക്കെ സമയമാകുമ്പോൾ ആവൊന്നും പറയും. എന്നാലും എനിക്ക് പ്രതീക്ഷ നിങ്ങളെ മോളായിരുന്നു. എന്തൊക്കെ തന്നെയായാലും ഇങ്ങക്ക് നമ്മളെ കുട്ടീനെ പറ്റിക്കണമെങ്കിൽ എനിക്ക് ഇനിയിപ്പോൾ പറ്റാതൊന്നുമില്ല. എൻ്റെ കുട്ടിക്ക് പറ്റിക്കണമെങ്കിൽ അത് എനിക്കും മതി. അങ്ങനെയുള്ളൂ. ശരിക്കും ഷെഫി ഉസ്താദിൻ്റെ ഉമ്മ നല്ല സന്തോഷത്തോടു കൂടിയാണ് അത് പറഞ്ഞത്. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അറിയുന്ന വിശ്വാസമല്ല കുട്ടികൾ, പ്രത്യേകിച്ച് ഉസ്താദ്മാരെ മക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരിതാണല്ലോ. നമുക്കനുസരിച്ച് അത്ര വലിയ ഇതിലൊന്നും ജീവിക്കൂല, എന്നാലും നല്ല ലളിതമായൊരു ജീവിതം ഇവിടെ. എൻ്റെ കുട്ടിയെന്ന് വെച്ചാൽ യാതൊരു രീതിയിലുള്ള വേണ്ടാത്തൊരു കാര്യങ്ങളും ഓൻ്റെ അടുത്തില്ല. ഓനെവിടെ വരുന്നേ, ഓനെ പള്ളി നിസ്കാരം ഓത്ത് അങ്ങനെ ആയിട്ട് പോകണം. അല്ലാതൊരു വേണ്ടാത്തൊരു പരിപാടിക്കും എൻ്റെ കുട്ടി നിന്നിട്ടില്ല. നിങ്ങൾക്ക് ആ കാര്യം ഇപ്പോൾ എവിടെ അന്വേഷിച്ചാലും നിങ്ങൾക്ക് തെളിയും ചെയ്യും. വേണമെന്നുണ്ടെങ്കിൽ അന്വേഷണം ചെയ്തു കേട്ടോ, അയൽവാസികളോടൊക്കെ ചോദിച്ചോളി. പിന്നെ നിങ്ങളെ മോൾക്ക് ഒരു വിഷമം വരില്ല. എൻ്റെ സ്വന്തം മോളെ പോലെ തന്നെ ഞാൻ നോക്കും. ധൈര്യമായിട്ട് നിങ്ങൾ നിന്നോളി അതിന്. അപ്പോൾ മോളെ കൂടെ കൊണ്ടുവന്നൂടേനോ? അതെന്തേ? അത് അവർ പെട്ടെന്ന് വിഷയം മാറ്റി. തൻ്റെ മകൾ ഒരുത്തൻ്റെ കൂടെ പോയിട്ടുണ്ട് എന്നുള്ള കാര്യം
അറിഞ്ഞിട്ടില്ല എന്ന് സത്യസന്ധമായും അവർക്ക് ബോധ്യമായി തുടങ്ങി. എന്നാലും ഷെഫി ഉസ്താദ് ഈ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. നല്ല മോനാണ്. ഓനെ ഏഷണിയും പരദൂഷണും പറഞ്ഞു നടക്കണ ആളല്ല. അപ്പോഴേക്കും ഉമ്മ ചായയുമായി അങ്ങോട്ട് വന്നു. റബ്ബേ, എന്തിനാണ് ഇതൊക്കെ എടുത്തത്? അല്ലേ, ചായ കുടിക്കുക. നിങ്ങൾ ആദ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് ചായ കുടിക്കാതിരിക്കേ? ആ ഉമ്മയുടെ ആ സ്നേഹത്തിന് മുമ്പിൽ അതാ ജസീനയുടെ ഉമ്മക്കും ഉപ്പക്കും എന്തു പറയണം എന്നായിപ്പോയി. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. അല്ലാ, നമ്മളെ കുട്ടി വന്ന് കയറേണ്ട ഇടയിരുന്ന് ഇത് ഈ ഉമ്മാൻ്റെ അടുത്തൊക്കെ എത്തിക്കിട്ടിയാൽ സാരല്ല, പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളിപ്പോൾ എന്താ ചെയ്യുക? ഇത് ചായ കുടിച്ചോളി. എന്തെങ്കിലും കുടിക്കാതിരിക്കണതാ, കുടിച്ചോളി. ഇത്രയൊക്കെ തന്നെ കടിയൊക്കെ. ഹേയ്, അതൊന്നും വേണം, നിങ്ങൾ ചായ കുടിച്ച് വന്നതല്ലേ, എന്തായാലും റാഹത്തല്ലേ. അപ്പോൾ നിങ്ങളിവിടെ ഒറ്റക്കാണോ? ആ, പിന്നാരാ, ഓൻ്റെ ഒപ്പം മരിച്ചിട്ട് 5-6 കൊല്ലമായി. പിന്നെ ഞാനും എൻ്റെ കുട്ടി അങ്ങനെ ഇടക്കും വരും, വിളിക്കും, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ പഠിച്ചോ നമ്മളെ കൂടെ പഠിച്ച റബ്ബുണ്ടല്ലോ, അങ്ങനെ ഞാൻ ജീവിക്കും. അവർ ഓരോ കഥകൾ പറയാൻ തുടങ്ങി. ഇൻഷാ അല്ലാ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.